Hi friends, welcome back. 12,000-13,000 രൂപ റേഞ്ചിലൊക്കെ നല്ല ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റിയൽമിനെയും ഷവമിനെയും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവരൊക്കെ വില കൂട്ടി. കാരണം എല്ലാത്തിൻ്റെയും വില കൂടി എന്ന് പറഞ്ഞ് വിലയൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഫോണിൽ ഇറക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രൈസിലും NFC-യും 6000 mAh ബാറ്ററിയും 10-14 5G ബാൻഡൊക്കെ അടക്കം ഫുൾ HD ഡിസ്പ്ലേ ഫുൾ സെറ്റ് ഫോണുകൾ അടിപൊളിയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇൻഫിനിക്സ്. കുറച്ച് കാലമായിട്ട് നമ്മൾ ഇവരുടെ ഫോണുകൾ റിവ്യൂ ചെയ്യുന്നത് കുറവാണ്. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു റേഞ്ചിലെ ഇങ്ങനെ ഒരു ഫോണാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 30. ഈ പറഞ്ഞ എല്ലാ സംഗതികളും NFC അടക്കം ഈ ഒരു പ്രൈസിന് ഈ ഫോണിലുണ്ട്. അടിപൊളി ഫോണാണ്. ഒന്ന് കണ്ടു നോക്കൂ. ക്വിക്കായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. താല്പര്യമായാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 30 എന്ന ഫോണിന്റെ ബോക്സ്. മുകളിൽ തന്നെ NFC-യുടെ കാര്യം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6000 mAh ബാറ്ററി അടക്കം. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്. കൂടാതെ കേസ്, ഡോക്യുമെന്റേഷൻ, ചാർജർ, 18 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആക്സസറീസും അടക്കമാണ് ബോക്സ് വന്നിരിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈനാണ്. പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെ ആണെങ്കിലും അവർ ഒരു ക്രോം ഇതൊക്കെ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഒരു നല്ല ലുക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറയാം. റിയർ സൈഡിൽ ഡിസൈനൊക്കെ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളുടെ നല്ല ഡിസൈൻ എന്ന് അവകാശപ്പെടുന്ന അതേ നല്ല ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. കാണാനൊന്നും ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ്. പഞ്ച് ഹോൾ, സെൻട്രൽ അലൈൻഡ് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡോ അല്ലെങ്കിൽ നോച്ചോ ഒന്നും കൊടുത്തിട്ടില്ല ഈ പ്രൈസിന്, ഓർക്കണം. ഒപ്പം തന്നെ താഴെ 3.5mm ജാക്കും കൊടുത്തിട്ടുണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ അടങ്ങുന്ന പവർ ബട്ടണും വോളിയം ബട്ടണും. ടോപ്പ് സൈഡിൽ വീണ്ടും ഒരു സ്പീക്കർ ഗ്രിൽ. ഈ പ്രൈസിന് ഇവർ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയാലോ. സോ അങ്ങനെയാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഡുവൽ നാനോ സിം പ്ലസ് SD കാർഡ് സ്ലോട്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഈ പ്രൈസിന് അവർ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ സ്റ്റോറേജ് കുറവാണെന്നും വിചാരിക്കേണ്ട. 4GB റാമിനും 128GB സ്റ്റോറേജ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ എനിക്കിവിടെ പറയാനുള്ളത് 4GB റാം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 1000 രൂപ കൂടുതൽ കൊടുത്താൽ 8GB റാം കിട്ടുമെങ്കിൽ അതാണ് ബെറ്റർ. 13,500. മാത്രമല്ല ഇവരുടെ വിർച്വൽ റാം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇവർ. 8GB പ്ലസ് 8GB 16GB റാമിന്റെ ഫോൺ പോലെ ഉപയോഗിക്കാം. സെറ്റപ്പാണ്. പിന്നെ ഇതിന് IP53 സ്പ്ലാഷ് പ്രൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ വെള്ളം തെറിച്ചാലൊന്നും വെള്ളം കയറി നാശമാവുന്ന അവസ്ഥ ഇല്ലെന്നാണ് പറയുന്നത്. ബാക്കിൽ ഗ്ലാസ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. സോ മൊത്തത്തിൽ ഡിസൈൻ വൈസ് ഇവർ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കം എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ്. ഡയമൻസിറ്റി 6020 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ ഈ ഒരു പ്രൈസിന് വർത്താണ്. വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഞാൻ ഉപയോഗിക്കുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. വളരെ സ്മൂത്താണ്. ഇതിന്റെ UI എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതായത് ഈ മുകളിൽ താഴേക്ക് വലിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിൽ മിസ്സിംഗ് ഉണ്ട്. ഇവർ കുറച്ചുകൂടി ഈ ഒരു UIയുടെ ഭാഗത്ത് പണിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറേ ഓപ്ഷൻസ് കുറവുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ തകരാറ് പോലെയാണ്. പക്ഷേ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. XOS 13 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് UI XOS ആണ്, ബേസ്ഡ് ഓൺ Android 13. ഗെയിമിങ്ങിനൊന്നും ഈ ഒരു പ്രൈസിൽ ഒരു ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടി കൂടിയ പ്രൈസിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് ഇതിൽ ഇതുപോലത്തെ ചെറുകിട ഗെയിമുകളൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, വളരെ സ്മൂത്ത് ആണ് ഗെയിം പ്ലേ ഒക്കെ. സോ ഡീസന്റ് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് 6000 mAh ബാറ്ററിയുമായിട്ടാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 12,500 ഓഫറിൽ 1000 രൂപയുടെ ബാങ്ക് ഓഫർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആലോചിക്കണം, ആ ഒരു പ്രൈസിൽ തന്നെ 6000 mAh ബാറ്ററിയും 18 വാട്ട് ചാർജിങ്ങും. ബാറ്ററി ലൈഫിലൊന്നും ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല. ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ബട്ട് ഒരു തവണ ചാർജ് ആയി കഴിഞ്ഞാൽ കുറേയധികം, അതായത് ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാം, മിനിമം യൂസ് ഒക്കെ ആണെങ്കിൽ. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റുള്ള ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ്. ഈ സെറ്റപ്പ് ഒന്നും ഇപ്പോൾ ഇവിടെ മറ്റ് പല ബ്രാൻഡുകളും ബോധപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയ പ്രൈസിലേക്ക് പോയാലേ അതൊക്കെ കിട്ടുള്ളൂ. ഇവിടെയൊക്കെ നോച്ച് അല്ലെങ്കിൽ 90 ഹെർട്സ് ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. ഇവർ ഈ രീതിയിൽ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ. 580 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഔട്ട്ഡോറൊക്കെ പോകുമ്പോഴും ഡീസൻ്റായി വിസിബിലിറ്റി ഉണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഇൻഫിനിക്സ് നല്ല രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പരാതിയും പറയാൻ തോന്നുന്നില്ല. ഇൻഫിനിക്സിൻ്റെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നല്ല ഫോണാണ്, നല്ല സ്പെക്കിൽ വന്നിരിക്കുന്ന ഫോണാണ്. ഉപയോഗിച്ച് നോക്കിയപ്പോഴും പ്രശ്നമൊന്നും കണ്ടില്ല. ക്യാമറയാണ് എനിക്ക് അത്ര കണ്ട് അടിപൊളി എന്ന് പറയാൻ തോന്നാത്തത്. ബട്ട് എന്നാലും അതും കുഴപ്പമില്ല. പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അതും നന്നായിട്ടുണ്ട്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ 8 മെഗാപിക്സലാണ്. ചില സാമ്പിളുകളൊന്ന് കണ്ടു നോക്കും. ഇമേജുകൾ അത്യാവശ്യം
വലിയ കുഴപ്പമില്ലാത്ത ഈ ഒരു പ്രൈസിന് വരേണ്ടുന്ന ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും അത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള വലിയ മോശം പറയാനില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ അത്യാവശ്യം ഡീസൻ്റായ വീഡിയോ ക്വാളിറ്റിയാണ്. 2K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാം. അതെന്തോ ആവട്ടെ, ഉള്ള ക്വാളിറ്റി എന്തായാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോയും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രൈസിന് ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മൊത്തത്തിൽ ക്യാമറ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. അതേപോലെ തന്നെ പവർ ബട്ടണിൽ വെച്ചിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സെൻസർ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലും വേറെ അപാകതകളൊന്നുമില്ല. പിന്നെ ഫേസ് അൺലോക്കും കാര്യങ്ങളും എല്ലാം ഡീസൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഈ NFC-യും വരുന്നുണ്ട്. ഓർക്കണം, ഈ പ്രൈസിൽ ഇതിൽ കൂടിയ പ്രൈസിൽ പോലും പല ബ്രാൻഡുകളും, മിക്കവാറും ബ്രാൻഡുകളൊന്നും NFC തരുന്നില്ല ഈ 20,000 താഴെയുള്ള ഫോണുകളിൽ. ബട്ട് ഈ ഫോണിൽ NFC അടക്കം 12,500 രൂപയ്ക്ക് ഇവർ കൊടുത്തിരിക്കുകയാണ്. സോ അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ച് എല്ലാ ഫീച്ചറും കിട്ടണമെന്ന് ഈ ഒരു ബ്രാൻഡ് വിചാരിക്കുന്നു. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺ വിത്ത് 6000 mAh ബാറ്ററി എന്നാണ് നമുക്ക് ഇതിനെ പറയേണ്ടത്. പ്ലസ് NFC അടക്കമുള്ള ഒരു ഫോൺ. ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ വേറെ ഒരു ഫോണും കിട്ടാനില്ല. ഇൻക്ലൂഡിങ് ഈ പഞ്ച് ഹോൾ ക്യാമറയും ഈ ഫുൾ HD ഡിസ്പ്ലേയും 120 Hz റീഫ്രഷ് റേറ്റും എല്ലാം നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അതായത് ബജറ്റ് റേഞ്ചിൽ ഫോണുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് നോക്കുമ്പോൾ 10,000 രൂപ താഴെയുള്ള ബജറ്റ് ഫോണുകൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെല്ലാം റിയൽമി, ഷവോമി ടീമുകളൊക്കെ പറയുന്നത് ബജറ്റ് ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ 20,000 രൂപയുടെ മുകളിലാണ്. 20,000 രൂപ റേഞ്ചിലേ പറയുന്നുള്ളൂ. 10,000 താഴെയൊന്നും പറയുന്നേ ഇല്ല. അവർക്കൊന്നും ഇത്രയും നല്ല ഫോണുകളില്ല. എന്താ കാരണം അവർ പറയുന്നത് ചിപ്പ് ഷോർട്ടേജ്, വില കൂടിപ്പോയി, പല കാരണങ്ങൾ കൊണ്ട് അവർ ഫോണുകൾ വില കൂട്ടി വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അവർക്ക്. പക്ഷേ ഈ ബ്രാൻഡിന് ഇതൊന്നും ബാധകമല്ലേ? സോ അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുടെയും പിന്നാലെ പോവാതെ നമ്മൾ റിയലൈസ് ചെയ്ത് ചിന്തിച്ച് നോക്കുക ഏതാണ് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല ഫോണെന്ന്. ഇൻഫിനിക്സിൻ്റെ ഈ ഫോൺ എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഒട്ടനവധി ഫോണുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതാണോ, ഇതൊക്കെ OnePlus ഒന്നും അൺബോക്സിംഗ് പോലും ചെയ്തിട്ടില്ല, ഇഷ്ടം പോലെ ഇരിക്കുവാണ്. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ Hot 30 ഈ പറഞ്ഞ NFC അടക്കമുള്ള സംവിധാനങ്ങൾ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തോന്നി. അതുകൊണ്ട് അതൊന്ന് എടുത്ത് ഒരു അഭിപ്രായം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇൻഫിനിക്സ് ഫോണുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി പരിശോധിക്കുക. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അത്രയുമാണ് ഇൻഫിനിക്സ് Hot 30 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.